ഹായ് വെൽക്കം ഓൾ ടു ലിച്ചൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലിച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഔട്ട്ഡോർ ആണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൗണ്ടിൻ്റെതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ അടുത്തല്ലേ, അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ 28-ാം തീയതിയാണ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വന്നിട്ട് അതായത് നമ്മുടെ 2025 ജനുവരി 11-ാം തീയതിയും മൂന്നാം ഘട്ടം നടക്കുന്നത് 2025 ജനുവരി 25-ാം തീയതിയും നാലാം ഘട്ടം നടക്കുന്നത് 2025 ഫെബ്രുവരി 8-ാം തീയതിയുമാണ്. അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാം PSC നടത്തുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് 28-ാം തീയതി ഡിസംബർ 28 നടക്കുന്നത്. പലർക്കും ഹോൾ ടിക്കറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ പിള്ളേർ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു ഹോൾ ടിക്കറ്റ് വന്നു എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളപ്പോൾ ടെൻസ്ഡ് ആവുമൊന്നും വേണ്ട. കാരണം 2, 3, 4 ഘട്ടങ്ങളിലായിട്ട് ഇനിയും എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്കുള്ള എക്സാം. എനിവേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, അതായത് 1-ാം ഘട്ടം എഴുതുന്നവരും 2, 3, 4 ഘട്ടം എഴുതുന്നവർ ഏതെല്ലാം രീതിയിലാണ് തയ്യാറെടുക്കേണ്ടതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ 1-ാം ഘട്ടം തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് 14 ദിവസമേ ഉള്ളൂ അല്ലെ. 28-ാം തീയതിയാണ് എക്സാം, ഇന്നിപ്പോൾ ഡിസംബർ 14 അതായത് വെറും 14 ദിവസമേ നിങ്ങളുടെ മുന്നിൽ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 25 ഡേയ്സ് കൊണ്ട് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് പോകുന്നുണ്ട്. ആ വീഡിയോസ് കണ്ട് മുന്നോട്ട് പോകുന്നവർ അത് തന്നെ ഫോളോ ചെയ്യുക. അതിനകത്ത് ഞാൻ ചെയ്യിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് വൈസും പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കുന്ന രീതിയായിരുന്നു. ഇനി ഒന്നും പഠിച്ചിട്ടില്ല, അതാ ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ നമുക്ക് നേരത്തെ PSC നടത്തിയിട്ടില്ലേ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ 2024 വർഷം നടന്ന 10th ലെവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ എഴുതുക എന്നുള്ളത് മാത്രമല്ല, ആ ഓപ്ഷനിൽ തന്നിട്ടുള്ള ആൻസറിനെ പറ്റിയിട്ട് ഒരു 4-5 സെൻറ്റൻസ്, അതായത് അത് എങ്ങനെ ഏത് ക്വസ്റ്റ്യനൊക്കെ അത് ആൻസറായിട്ട് വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെത്തേഡായിരിക്കും. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡായിരിക്കും ഇത്. ഇനി 2, 3, 4 ഘട്ടം എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്റ്റേജസ് എല്ലാം നിങ്ങളും ചെയ്യണം. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളും ചെയ്യണം. അതോടൊപ്പം 1-ാം ഘട്ടം പരീക്ഷ കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ ചെയ്യുന്ന രീതിയല്ല, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷനിലൂടെ കടന്നു പോയിട്ട് അത് ആൻസറായി വന്നേക്കാവുന്ന രീതിയിലുള്ള, അതായത് ആ ക്വസ്റ്റ്യനോട് അല്ലെങ്കിൽ ആ ഓപ്ഷന് അനുബന്ധമായിട്ടുള്ള മറ്റു വസ്തുതകളും കൂടി നിങ്ങൾ പഠിച്ചെടുക്കുക. 3ഉം 4ഉം ഘട്ടമുള്ളവർ 1-ാമത്തെയും 2-ാമത്തെയും ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. 4-ാം ഘട്ടമുള്ളവർ 1, 2, 3 ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച ഒരു എന്താ പറയുക റാങ്കിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് മെയിൻസിന് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് പേരുടെ ടെൻഷനാണ്, ആദ്യ ഘട്ടത്തിൽ തന്നെ എക്സാം വന്നു എന്ത് ചെയ്യും. നല്ലതല്ലേ, ആദ്യഘട്ട എക്സാം വരുന്നതല്ലേ നല്ലത്. കാരണം 2, 3, 4 ഘട്ടം എന്താവുമെന്ന് നമുക്ക് അത്ര ഉറപ്പില്ല. ചിലപ്പം കട്ടി കൂടിയതാണെങ്കിലോ, അങ്ങനെ ചിന്തിക്കുക. ആദ്യത്തെ ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞു പോയി അങ്ങ് കഴിഞ്ഞു, അതിനെങ്ങനെ വരാനുണ്ടല്ലോ നമ്മൾ ചിന്തിച്ചിരുന്നു വീണ്ടും ടെൻഷൻ അടിച്ച് നമ്മൾ ഇതിനെ അങ്ങനെ ടെൻഷൻ അടിക്കണേ. നമ്മുടെ മനുഷ്യ ജീവിതമല്ലേ, ആസ്വദിക്കുക. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ആസ്വദിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യഘട്ടം പരീക്ഷ വരുന്നത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. മറ്റേത് 1-ാം ഘട്ടം പരീക്ഷ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പിന്നെ അങ്ങ് വല്ലാത്തൊരു ടെൻഷനായിരിക്കും. ആ ടെൻഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ 14 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ 14 ദിവസം കൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിലെങ്കിലും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കാൻ പറ്റും. പിന്നെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അതും കൂടി നിങ്ങൾ കാണുക. അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു
ക്ലാരിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ പോയിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ സമയമില്ല. ഔട്ട് ലെച്ചൂസ് എജു ടിപ്സിൽ നമ്മൾ പുതിയ ചാനലിലാണെങ്കിലും പഴയ ചാനലിൽ ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പുതിയ ചാനലിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നോക്കുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം പഠിക്കണം എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കറണ്ട് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കണം. അതായത് നമ്മുടെ ISROയുടെ ദൗത്യങ്ങൾ, DRDO ദൗത്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോ നമ്മുടെ സാഹിത്യ അവാർഡ്സ് ഉണ്ട്. വള്ളത്തോൾ അവാർഡ്, ഉള്ളൂർ അവാർഡ്, അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, ഹരിവരാസനം, ഇങ്ങനത്തെ കുറേ പുരസ്കാരങ്ങളില്ലേ, ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റസ്റ്റ് പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് നോക്കിയേക്കണം. അതുപോലെ നൊബേൽ സമ്മാനം, ഓസ്കാർ പുരസ്കാരം, ഗ്രാമി പുരസ്കാരം, ചലച്ചിത്ര പുരസ്കാരങ്ങൾ, അതായത് സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്രവുമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നല്ലതായിരിക്കും. കറണ്ട് അഫയേഴ്സ് എപ്പോഴും ഒരു 1 ഇയർ ബാക്കിലേക്കുള്ള എടുത്ത് നോക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ നോക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിടാം. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ലെച്ചൂസ് എജു ടിപ്സ് 2.0 നിങ്ങൾ വാച്ച് ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലെച്ചൂസ് എജു ടിപ്സ് 2.0 എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെൻ്റെ ഒരു വലിയ തിരിച്ചുവരവാണ്. അതായത് പണ്ട് ചെയ്ത ക്ലാസ്സിനേക്കാൾ ഒരുപടി മുൻപിലായിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ച ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി 7 o'clock ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.